തിരുവനന്തപുരത്ത് വയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ നില ഗുരുതരമായി തുടരവേ ചികിത്സാ പിഴവ് തള്ളിയ മെഡിക്കൽ റിപ്പോർട്ടിനെതിരെ കുടുംബം. ആശുപത്രിയുടെ വീഴ്ച മറയ്ക്കാനാണ് ശ്രമമെന്ന് കുടുംബം ആരോപിച്ചു. റിപ്പോർട്ട് തള്ളിയ എത്തിക്സ് കമ്മിറ്റി പുനഃപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അടിവയറ്റിലെ കൊഴുപ്പ് നീക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയുണ്ടായ അണുബാധയെ തുടർന്നാണ് ടെക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ 31-കാരിയായ യുവതിയുടെ 9 വിരലുകൾ മുറിച്ചു മാറ്റിയത്. വിഷയത്തിൽ ആശുപത്രിക്കെതിരെ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നത്. ആശുപത്രിയുടെ വീഴ്ചകൾ മറച്ചുവെക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആ ഹോസ്പിറ്റലിന് ലൈസൻസ് ഇല്ല, ക്ലിനിക്ക് നടത്താനുള്ള ലൈസൻസ് ഇല്ല, ആംബുലൻസ് സൗകര്യമില്ല, പിന്നെ മതിയായ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള സംവിധാനങ്ങളുമില്ല. അതുപോലെ തന്നെ അതിനുള്ള ഡോക്ടർമാരും അവിടെ ഇല്ല. ഇതെല്ലാം ആരോപണം, ഇതെല്ലാം പിഴകാണ്. ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. ചാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. റിപ്പോർട്ടിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയതിനെ തുടർന്ന് റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എക്സ്പ്ലോറേറ്ററി ലാപ്രോട്ടമി എന്ന് പറഞ്ഞിട്ട് ഒരു സർജറി അന്ന് ചെയ്തായിരുന്നു. അന്ന് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ടാണ് BP സ്റ്റേബിൾ ആവാത്തതെന്നുള്ളത് നോക്കാനെന്നാണ് പറഞ്ഞത്. അന്ന് അതായത് ഫെബ്രുവരി 24-ാം തീയതി തുറന്ന ഈ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആ മുറിവിലാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തു വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2.5 മാസമായിട്ട് ഇത്രയും വലിയൊരു മുറിവിന്റെ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി വേണം അത് ഉണങ്ങി വരാൻ. അണുബാധയെ തുടർന്ന് ഇടതുകാലിലെ 5 വിരലുകളും ഇടതു കൈയിലെ 4 വിരലുകളുമാണ് മുറിച്ചു മാറ്റിയത്. ശസ്ത്രക്രിയയുടെ സമയത്ത് ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.